ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ആർ ദർ ഫ്രം 500 to 600? അപ്പോൾ 500 മുതൽ 500 മുതൽ 600 വരെ എത്ര എണ്ണൽ സംഖ്യകളുണ്ട്, എത്ര കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട്? ഇത് കണ്ടെത്താനുള്ള ഈസി ട്രിക്ക് ഏതാണ്? ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ പ്ലസ് 1. അപ്പോൾ ഇതിൽ ബിഗ് നമ്പർ ഏതാണ്? 600 ആണല്ലേ. അപ്പോൾ 600 600 ബിഗ് നമ്പർ, മൈനസ് സ്മോൾ നമ്പർ ഏതാണ്? 500 500 ആണ്, പ്ലസ് 1. 600 500 പോയാൽ എത്രയാണ്? 6 5 പോയാലല്ലേ, 6 5 പോയാൽ 1 അല്ലേ, 100. 600 രൂപ 500 പോയാൽ ബാലൻസ് എത്ര ഉള്ളത്? 100 അല്ലേ. അപ്പോൾ 100 പ്ലസ് 1 എത്രയാണ്? 101, 101. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ഏത് കൗണ്ടിങ് നമ്പേഴ്സ് ചോദിച്ചാലും നിങ്ങൾ എന്താണ്, ബിഗ് നമ്പർ എടുക്കുക, അതിൽ നിന്ന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യുക, അതിനോട് ഒന്ന് കൂട്ടുക, ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട്, എത്ര എണ്ണൽ സംഖ്യകളുണ്ടെന്ന് കിട്ടും. ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കും, മെത്തേഡ് സെയിം ആയിരിക്കും. അതായത് നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ഫോർ ഗൂസ്ബെറി ഗാദറിങ്സ്. ഹൗ മെനി കാർഡ്സ് ആർ നീഡഡ് ഫോർ ദിസ് ഇവൻറ്റ്? ഇവൻറ്റിന് എത്ര കാർഡ്സ് വേണം? കാർഡ്സ് കണ്ടെത്താൻ, അതായത് നമ്പേഴ്സ് കണ്ടെത്താനാണ് ചോദിച്ചത്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ്റെ അതേ മെത്തേഡാണ്. നെല്ലിക്ക പെറുക്കൽ കളിക്കായിട്ട് 60 മുതൽ 100 വരെ കാർഡുകൾ ഉണ്ടാക്കണം. എത്ര കാർഡുകൾ വേണം? നെല്ലിക്ക പെറുക്കൽ മത്സരത്തിന് എന്താണ്, 100 മുതൽ 60 വരെയുള്ള കാർഡ് വേണം. അതിന് എത്ര കാർഡ്സ് ആണ് വേണ്ടത്, എത്ര കാർഡുകൾ വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയാണ്? ബിഗ് നമ്പർ ഏതാണ്? 100 ആണ്, മൈനസ് സ്മോൾ നമ്പർ പ്ലസ് 1. അപ്പോൾ 100 60 പോയാൽ എത്രയാണ്? 40 അല്ലേ. 100 60 മൈനസ് ചെയ്താൽ എത്ര? 40. 40 പ്ലസ് 1. അപ്പോൾ എത്രയാണ്? 41. 41 ആൻസർ. അതേപോലെ എന്ത് നമ്പർ, എങ്ങനത്തെ നമ്പർ ചോദിച്ചാലേ, ചിലപ്പോൾ കാർഡ്സ് എത്ര എണ്ണം വേണം, അല്ലെ എത്ര നമ്പർ വേണം, അങ്ങനെ ഓരോ നമ്പർ ആയിരിക്കും. 2 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് അതിനോട് ഒന്ന് കൂട്ടുക. സെയിം മെത്തേഡിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ആൾ? ആകെ മൊത്തത്തിൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, അതായത് ആകെ രണ്ടക്ക സംഖ്യകൾ എത്ര? അപ്പോൾ 2 ഡിജിറ്റുള്ള രണ്ടക്ക സംഖ്യകൾ എത്ര എന്ന് ചോദിച്ചത്. ബിഗ് നമ്പർ സ്മോൾ നമ്പർ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ബിഗ് നമ്പർ സ്മോൾ നമ്പർ കണ്ടുപിടിച്ചൂടെ? അതായത് 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കുക, 2 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏറ്റവും ബിഗ് നമ്പറും ഏറ്റവും വലിയ നമ്പറും കണ്ടെത്തുക, എന്നിട്ട് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുക അല്ലേ. മൊത്തത്തിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഇതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതായത് ബിഗ് നമ്പർ ഏതാണ്, സ്മോൾ നമ്പർ ഏതാണ്? ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 1 2 3 4 5 6 9 9 വരെ, 9 വരെ എന്താണ്? ഒരക്ക ഉള്ളൂല്ലേ, ഒരക്ക സംഖ്യയാണ്, 1 ഡിജിറ്റ് നമ്പറാണ്. 10 എന്ന് പറയുമ്പോഴാണ് 2 ഡിജിറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 10 ആണ്. ഇനി ബിഗ് നമ്പർ ഏതാണ്? 2 ഡിജിറ്റ് രണ്ടക്ക സംഖ്യയിൽ ബിഗ് നമ്പർ ഏതാണ്? 11 12 13 അങ്ങനെ പോയിട്ട് എവിടെ വരെയുണ്ട്? 90 99 വരെ അല്ലേ. 99 വരെയാണ് അല്ലേ, 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ ഉള്ളത്. നെക്സ്റ്റ് നമ്പർ ഏതായി? 100 ആയി. 100 എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് ആയി, 1 2 3 അല്ലേ, മൂന്നക്ക സംഖ്യയായി. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 99 ആണ് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ബിഗ്ഗസ്റ്റ് നമ്പർ ഇതിലേതാണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 99 ആണ്. ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10 ആണ് അല്ലേ. 9 1 ഡിജിറ്റ് നമ്പറാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ് രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2 നമ്പേഴ്സ് നമുക്ക് കിട്ടി, ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പറും ഏറ്റവും ചെറിയ 2 ഡിജിറ്റും കിട്ടി. ഇനി നമ്മൾ മെത്തേഡ് എന്താണ്? ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, പ്ലസ് 1. 99 മൈനസ് 10 എത്രയാണ് അല്ലേ. 99 10 പോയാൽ എത്രയാണ്? 99 മൈനസ് 10. 9 0 പോയാൽ 9. 9 1 പോയാൽ 8. 89 1 ആഡ് ചെയ്താൽ 89 പ്ലസ് 1 എത്രയാണ്? 90 അല്ലേ, 90 നമ്മുടെ ആൻസർ. അപ്പോൾ അതേപോലെ 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് മൊത്തത്തിൽ ചോദിക്കും അല്ലേ. ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളേതാണ് ഏറ്റവും വലിയ സംഖ്യ ആദ്യം കണ്ടെത്തുക. 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതാണ്? ഏറ്റവും വലിയ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ ഏതാണ് അല്ലേ. ഫസ്റ്റ് 3 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100ൽ നിന്നാണ് അല്ലേ. 100 ഫസ്റ്റത്തെ 3 ഡിജിറ്റ്, 1 2 3 അല്ലേ. 99 ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ആയിരുന്നു. നെക്സ്റ്റ് നമ്പർ 100 ആണ്. നെക്സ്റ്റ് 3 ഡിജിറ്റ് എത്രയാണ്? 1000 ആണോ? 1000 എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് ആയി അല്ലേ. അപ്പോൾ 4 ഡിജിറ്റ് അല്ല, 3 ഡിജിറ്റ് ആണ് ലാസ്റ്റത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ 2 ഡിജിറ്റിന് പകരം നെക്സ്റ്റ് നിങ്ങളോട് 3 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചതെങ്കിൽ, ആകെ 3 അക്ക സംഖ്യകൾ ചോദിച്ചാൽ ഇത് 4 അക്ക സംഖ്യ ആയില്ലേ. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള നമ്പർ ഏതാണ്? 999 ആണ് അല്ലേ. 999 ആയിരുന്നു ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പം ലാസ്റ്റ് 3 ഡിജിറ്റ് ഏതാണ്? 999 ആണ്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ബിഗ്ഗസ്റ്റ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ പ്ലസ് 1. 999 മൈനസ് 100 പ്ലസ് 1 അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ഏത് നമ്പേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം അല്ലേ. എത്ര സംഖ്യ ഉണ്ട്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 500 and 600 ഹൂസ് സം ഓഫ് ഡിജിറ്റ് ഈസ് 10?
അല്ലേ? സം ഓഫ് ഡിജിറ്റ് 10 വരുന്ന എത്ര നമ്പേഴ്സ് 500 600 ഇടയിൽ ബിറ്റ്വീൻ ആയിട്ടുണ്ട് എന്നാണ് ചോദിച്ചത് അല്ലേ? 500 മുതൽ 600 വരെയുള്ള സംഖ്യകളിൽ അക്കങ്ങളുടെ തുക 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ് കാണാൻ എന്താണ് ഒരു ഈസി ട്രിക്ക് ഉണ്ട്. അതായത് 500 600 ഇടയിൽ ബിറ്റ്വീൻ ആണ്, 500 600 ഇടയിലുള്ള ഫസ്റ്റ് നമ്പർ ഏതാണ്? ഫസ്റ്റ് സം ഓഫ് ഡിജിറ്റ് 10 എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക 10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ അക്കങ്ങൾ ഈ അക്കങ്ങൾ കൂട്ടിയാൽ ആഡ് ചെയ്താൽ എന്താണ്? 10 കിട്ടണം. അതാണ് സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഈ അക്കങ്ങളുടെ തുക അല്ലേ 10 കിട്ടണം, 10 കിട്ടണം. അപ്പോൾ ഇതിൻ്റെ 5 + 0 + 0 10 ആണോ? അല്ല. ഫസ്റ്റ് നമ്പർ ഏതാണ്? 500 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 501 502 503 504 505 506 ഇങ്ങനെ 600 വരെ എഴുതി നോക്കണം. 600 വരെ എഴുതി നോക്കിയിട്ട് ഏതാണ് ഫസ്റ്റ് സം ഓഫ് ഡിജിറ്റ് 10 വരുന്ന നമ്പർ ഇങ്ങനെ എഴുതി നോക്കാൻ എത്ര പണിയുണ്ട്? ഇതിനൊരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഈസി ട്രിക്ക് എന്താണ്? ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമുക്കറിയാം 501 ആഡ് ചെയ്താൽ എന്തായാലും 10 അല്ല അല്ലേ? 5 + 1 6 ആയിട്ടുള്ളൂ. 5 + 2 അല്ല 5 + 4 എന്താണ്? 9 ആയിട്ടുള്ളൂ. 5 + 5 ആണ് 10 അല്ലേ? 5 + 0 + 5. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് ഈ അക്കങ്ങളുടെ തുക ഇതിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ 10 കിട്ടണം. അതാണ് സം ഓഫ് ഡിജിറ്റ് 10 കിട്ടണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്കങ്ങൾ ആഡ് ചെയ്താൽ ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് 505 ആണ്, 505 ആണല്ലേ? അപ്പോൾ ആ നമ്പർ ആദ്യം എഴുതുക. ഫസ്റ്റ് നമ്പർ 505 ആണ്. 600 വരെ ഉള്ളത് മതി നമുക്ക്. ഇതിൻ്റെ ഇടയിലുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിക്കുക. എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 + 5 ആണ് 10 എന്ന് നമുക്ക് ഫസ്റ്റുള്ള നമ്പർ അറിയാം ഇല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ ഈ 0നോട് 1 ആഡ് ചെയ്യുക, ഇവിടെ നിന്ന് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് 1 ആഡ് ചെയ്യുക, മൂന്നാമത്തെ നമ്പർ ഒന്ന് മൈനസ് ചെയ്യുക. ഒന്ന് കൂട്ടുക, ഒന്ന് കുറക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് കുറക്കുക, ഒന്ന് കൂട്ടുക, ഒന്ന് കുറക്കുക. അങ്ങനെ ഇവിടെ 0 ആവുന്നത് വരെ 550 നമുക്ക് എന്താണ് 600ൻ്റെ വരെ മതി, ഇടയിലുള്ളത് മതി, ബിറ്റ്വീൻ മതി. അപ്പോൾ ഇവിടെ 0 എത്തുന്നത് വരെ എഴുതിയാൽ മതി. ഏത് സംഖ്യ ചോദിച്ചാലും ഇങ്ങനെ എഴുതുക. ഫസ്റ്റത്തെ നമ്പർ 10 ഉള്ളത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്പർ ഇങ്ങനെ എല്ലാ 600 വരെ എഴുതി നോക്കിയിട്ട് അതിൽ സം ഓഫ് ഡിജിറ്റ് 10 ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാൻ എത്ര പണിയുണ്ട്? ഇനി നിങ്ങൾ നോക്കൂ, ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സം ഓഫ് ഡിജിറ്റ് അക്കങ്ങളുടെ തുക 10 അല്ലേ 10 അല്ലേ എന്ന് നോക്കൂ. 1 + 4 5 5 + 5 10 അല്ലേ? 2 + 3 5 5 + 5 10 2 + 3 5 5 + 5 10 അല്ലേ? ഇതിൻ്റെ ഒക്കെ 5 + 5 10. ഇതിൻ്റെ ഒക്കെ സം ഓഫ് ഡിജിറ്റ് എന്താണ്? 10 ആണ്. അപ്പോൾ 10 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് വരുന്ന എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്? 6 എണ്ണം. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. 6 നമ്പേഴ്സ് ഉണ്ടല്ലേ സം ഓഫ് ഡിജിറ്റ് 10 വരുന്നത്. അപ്പോൾ ഇവിടെ 400 to 500 ചോദിക്കാം, അല്ലെങ്കിൽ 100 to 200 ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്പർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് കൂട്ടുക, മൂന്നാമത്തെ നമ്പർ ഒന്ന് കുറയ്ക്കുക. അതിപ്പോഴല്ലേ ഇത് നമ്പർ ബാലൻസ് ആവുകയുള്ളൂ. ഇവിടുന്ന് ഒരു നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒന്ന് കുറയ്ക്കണം അല്ലേ? ഫസ്റ്റ് നിങ്ങളോട് സം ഓഫ് ഡിജിറ്റ് 10 അല്ലാതെ ഇനി സം ഓഫ് ഡിജിറ്റ് 8 ഉള്ളത് ചോദിക്കാം. അപ്പോൾ എന്താണ്? ഫസ്റ്റ് അക്കങ്ങൾ കൂട്ടിയാൽ 8 വരുന്ന ഫസ്റ്റത്തെ നമ്പർ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ നമ്പറിൽ നിന്ന് എന്താണ്? ഇവിടുന്ന് ഒന്ന് മൈനസ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് ആഡ് ചെയ്യുക, ഒന്ന് കൂട്ടുക അല്ലേ? ഫസ്റ്റ് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്യുക, മൂന്നാമത്തെ നമ്പറിൽ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, ഒന്ന് കുറക്കുക. അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.